ഹല്ലേലൂയ, സ്തോത്രം. രണ്ട് പത്രോസ് 3:13 നാലാമത്തെ എപ്പിസോഡിലേക്ക് ഇവിടെ വന്നിരിക്കുക. വായിച്ചാട്ടെ. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം അടുത്ത അങ്ങോട്ട് വായിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഇവയ്ക്കായി കാത്തിരിക്കുക. അവൻ നിങ്ങളെ കറയും കളങ്കമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കും. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും അത് ശ്രദ്ധിക്കണേ, തനിക്ക് ലഭിച്ച ജ്ഞാനം. പൗലോസ് ജ്ഞാനിയല്ലേ? പൗലോസ് വലിയ ചിന്തകനല്ലേ? പൗലോസ് ഒരു വലിയ വിദ്യാഭ്യാസമുള്ളവനല്ലേ? ഒരു വലിയ ധനാഢ്യനല്ലേ? ഒരു യഹൂദ റബ്ബിയല്ലേ? ഒരു വലിയ മനുഷ്യനല്ലേ? പക്ഷെ തനിക്ക് ദൈവം കൊടുത്ത ആത്മീകമായ ജ്ഞാനം, ക്രിസ്തുവിന്റെ ജ്ഞാനം, വചനത്തിന്റെ ജ്ഞാനം. പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ. അപ്പൊ ഈ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ കോട്ടിക്കളയുക. ഇവിടെ പത്രോസ് പറയുന്ന ആ പ്രസ്താവന എത്ര മനോഹരമാണ്! ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ, ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവയെ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ഈ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആ ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കണം. അവിടെ മനുഷ്യജ്ഞാനം കയറി വരരുത്. അവിടെ മനുഷ്യന്റെ ആലോചന കയറി വരരുത്. നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത സാധനങ്ങൾ ദൈവത്തിന് വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ രാവിലെ ഇന്ന് പാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു. ഒരു രോഗത്തിന്റെ കാഠിന്യത്തിൽ ഒരു സഹോദരി ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. ഈ വിഷയം ദൈവത്തിന് കൊണ്ടുചെല്ലണം. ആര് കൊണ്ടുചെല്ലണം? ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ കൊണ്ടുചെല്ലണം. കർത്താവ്, ഈ വിഷയം ഗൗരവമാണ്. ഇത് ഞങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത വിഷയമാണ്. ഈ വിഷയത്തിൽ നീ പ്രവർത്തിച്ചാൽ മതിയാവും. വീണ് കിടക്കണം അവിടെ. നമ്മളെല്ലാം പ്രാർത്ഥന സഹായികളാണ്, പ്രാർത്ഥന സഹകരിക്കുന്നവരാണ്. ഓക്കെ, നല്ല കാര്യം. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് കിടക്കും. യാക്കോബ് എന്താ പറയുന്നത്? നിന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതാ തീരുമാനം, അതാ പ്രാർത്ഥന. എല്ലാവരും പറയുന്നത് യാക്കോബിന്റെ പ്രാർത്ഥന ഗുസ്തിയായിരുന്നു, ഗുസ്തി പിടുത്തമായിരുന്നു. വായിച്ചിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. വായിച്ചില്ല? ഹോശേയ എടുത്താണ്ട് അതിനെക്കുറിച്ച് വളരെ വികലമായി പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാനത് ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാം. പന്ത്രണ്ടാം അധ്യായം 2 വായിച്ചു. യഹോവയ്ക്ക് യഹൂദയോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവന്റെ നടപ്പിൽ തക്കവണ്ണം സന്ദർശിക്കും. ആമേൻ. അവന്റെ പ്രവൃത്തികൾക്ക് തക്കമുള്ള അവൻ പകരം കൊടുക്കും. ആമേൻ. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ മുന്നിലായി വിളിച്ചു. തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി, ദൂതനോട് പൊരുതി. അതിന് ദൂതന്റെ കയ്യെ പിടിച്ച്, കാലെ പിടിച്ച്, ദൂതനെ മലർത്തിയടിച്ചു എന്നൊക്കെയാണ് ഓരോരുത്തർ കവിത വരെ എഴുതി വെച്ചേക്കുന്നത്. എന്നാ ഈ പ്രായമുള്ള ദേവദാസം പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഹോശാപ്രവചനത്തിൽ ആ പൊരുത്, യാക്കോബിന്റെ പോരാട്ടവും യാക്കോബിന്റെ എന്തൊക്കെയാണ് അവൻ പൊരുതിയതെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നു. അടുത്ത് വായിക്കാം. ദൂതനോട് പൊരുതി ജയിച്ചു. അവന്റെ പൊരുതല് കരച്ചിലായിരുന്നു, നിലവിളിയായിരുന്നു, ദൈവത്തിൽ വീണുകിടക്കുകയായിരുന്നു. അവൻ ബഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് ദൈവത്തോട് സംസാരിച്ചു, അല്ലേ?
അപ്പൊ യാക്കോബിന്റെ പോരാട്ടം പൊരുതലും ഗുസ്തിപിടുത്തമല്ല. അമേരിക്കൻ റെസ്ലിംഗിൽ നടക്കുന്ന പോലെ ഒരുത്തനെ അടിച്ച് പട്ടിയെ തല്ലിൽ കൊല്ലുന്നില്ല, കൊല്ലു അതൊന്നുമല്ല പോരാട്ടം. ദൈവസന്നിധികളും നിലവിളിക്കുന്ന ഒരു പോരാട്ടമാണ്. കരച്ചിലൊരു പോരാട്ടമാണ്. പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഭക്തൻ നിലത്ത് വീണ് കിടക്കണം, കരയണം, നിലവിളിക്കണം. രോഗങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, വെല്ലുവിളികൾ വരും. ബുദ്ധി കൊണ്ട് അതിനെ എതിർക്കാൻ നോക്കരുത്, ബുദ്ധി കൊണ്ട് അത് പരിഹരിക്കാൻ നോക്കരുത്. ദൈവപാദപീഠത്തിൽ വീണ് കിടക്കണം. കർത്താവേ, വിഷയത്തിന്മേൽ എനിക്ക് മറുപടി തന്നേ മതിയാകൂ. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യമുണ്ട്, അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ വചനത്തിലൂടെ അതിന് മറുപടി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ ആ വിഷയം പറയാനിടയായി, ഇന്നും അതിവിടെ പറയുക. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ 2-ാമത്തെ പാർട്ട്, ആ 15 തൊട്ട് വായിച്ചോ. 15, 16, 17. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മറച്ചുകളെ നിങ്ങളെ എത്ര തന്നെ പ്രാർത്ഥന വെച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ മലിനമായിരിക്കുന്നു. അടുത്ത കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്ന മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ മടുപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്ന ഒരു നേർവഴി കാണിച്ചു കൊടുപ്പീൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കൈകളെ കഴുകി വെടിപ്പാക്കണം. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ശുദ്ധീകരണം പ്രാപിക്കണം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗങ്ങളെ വെട്ടിത്തിരിയണം. അപ്പോൾ സ്വർഗത്തിന്റെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഒരു വലിയ സത്യം ഞാൻ തുറന്നു പറയാൻ പോവുക. ഇവിടെ പറയാൻ ദൈവാത്മാ ഹേമം തരുന്നു, അതുകൊണ്ട് പറയുക. ഇന്ന് ഈ ലോകത്ത് കാണുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും യഥാർത്ഥ കാരണക്കാരും ദൈവസഭയാണെന്നാണ് പറയുന്നത്. എന്താ കാര്യം? ദൈവസഭ അതിന്റെ പാത വിട്ടുപോയി. ദൈവസഭ പ്രാർത്ഥിച്ചാലാണ് വിഷയങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകുന്നത്. ദേശം അകൃത്യം കൊണ്ട് മലിനമായിരിക്കുമ്പോൾ ദേശത്തിലെ വിശ്വാസികൾ എന്ത് ചെയ്യണം? ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഭക്തന്മാരുണ്ടാകാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്നവർ എഴുന്നേൽക്കണം. ഞങ്ങളുടെ രാജ്യം ശിഥിലമാകുന്നു, ഞങ്ങളുടെ വർഗത്തെ പീഡിപ്പിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമുക്ക് തരുന്ന പഠനം എന്താണ്? നെഹമ്യാവ്. ഇസ്രയേൽ പട്ടണം തീവച്ച് ചുട്ടും അതിന്റെ മതിലുകൾ ഇടിഞ്ഞും കിടക്കുന്നു. ഹനാനിയായ സ്നേഹിതൻ വന്ന് നെഹമ്യാവോട് ഇത് പറയുമ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്യുന്നു? ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേശം തകർന്നു കിടക്കുന്നു, ഞങ്ങളുടെ പട്ടണം തീവച്ച് ചുട്ടു കിടക്കുന്നു, ഞങ്ങളുടെ സഹോദരന്മാർ അപമാനത്തിലായിരിക്കുന്നു. അവർ ദൈവത്തിൽ കിടന്ന് നിലവിളിക്കാൻ നെഹമ്യാവ് കൂട്ടരും. അങ്ങനെ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ നെഹമ്യാവിന് ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. എന്താ? ആ മതിൽ പണിയാനായിട്ട് രാജാവിന്റെ മുൻപിൽ അപേക്ഷ വെച്ചു. രാജാവ് വെച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നതുണ്ട്. എന്താ നെഹമ്യാവ് പറഞ്ഞേ? എന്റെ സഹോദരന്മാരും എന്റെ പട്ടണവും തീ വെച്ച് ചുട്ടു നടക്കുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിച്ചു. അപ്പൊ ചോദിച്ചു, നിന്റെ ആവശ്യമുണ്ട്, നിന്റെ ആവശ്യമുണ്ട്, ഓക്കെ ചെയ്തോളാം. അതൊക്കെ ദൈവഹിതമാണ്. എത്ര ദിവസം കൊണ്ട് മതിൽ പണിതു? 52 days. 52 ദിവസം കൊണ്ട് മതിൽ പണിതു. സൻബല്ലത്തും തോബിയാവിന് എന്ത് പറ്റി? തോറ്റ് തുന്നം പാടി. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന നെഹമ്യാർ എഴുന്നേൽക്കട്ടെ. സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന നെഹമ്യാർ എഴുന്നേൽക്കട്ടെ. സൻബല്ലത്തും തോബിയാവും ശക്തി പ്രാപിച്ചിരിക്കുക ദൈവസഭയ്ക്കെതിരെ. പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കട്ടെ. ദാനിയേലിനെ പോലെ വിശുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. ദാനിയേലിന്റെ വിശുദ്ധി എന്താന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. ദാനിയേൽ 1:8 എടുക്കണ്ട നമുക്ക് വായിക്കും, ഞാൻ പറഞ്ഞു പോകാം. രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കൊടുക്കുന്ന വീഞ്ഞുകൊണ്ടും താൻ തന്നെ
അശുദ്ധമാക്കയില്ലെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഇവിടെ അശുദ്ധി കിടന്ന് തലകുത്തി പറയല്ലേ, രാഷ്ട്രീയത്തിനിടയിൽ കിടന്ന് തലകുത്തി പറയലുണ്ട് ആത്മീയ നേതാക്കന്മാർ. ദൈവസഭയെ പ്രാർത്ഥന നിരതരാക്കേണ്ടവർ, ദൈവസഭയുടെ വിശുദ്ധിയുടെ ഉപദേശം കൊണ്ട് പോഷിപ്പിക്കേണ്ടവർ, വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ തിരിച്ചു കാണിച്ചു കൊടുക്കേണ്ടവർ, അവർ തന്നെ അശുദ്ധി കിടന്ന് തലകുത്തി പറയുമ്പോൾ ദൈവസഭ എങ്ങനെ നന്നാകുന്നത്? അതല്ല. ഈ നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ ഒരു ഏറ്റവും വിശിഷ്ടമായൊരു അനുഭവം എന്താണെന്നറിയാമോ? നിങ്ങൾ വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്കറിയാം. എൻ്റെ ജനവും ഞാനും പാപം ചെയ്തു. എൻ്റെ ദൈവമേ, എൻ്റെ ജനവും ഞാനും പാപം ചെയ്തു പോയി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം കർത്താവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം കർത്താവേ. ഞാൻ എൻ്റെ ഗോത്രവും ഞങ്ങളുടെ വംശവും ദൈവസന്നിധിയുടെ പിതാക്കന്മാരും നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടന്നിട്ടില്ല ദൈവമേ, ഞങ്ങളോട് പൊറുക്കണമേ. എന്തൊരു പ്രാർത്ഥന! തൻ്റെ കൂടപ്പറപ്പുകളുടെയും തൻ്റെ ദേശനിവാസികളുടെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഒരു ഭക്തൻ ദൈവസന്നിധി കിടന്ന് നിലവിളിച്ച് ഉപവസിക്കുമ്പോൾ എങ്ങനെ ദൈവത്തിനോട് അടങ്ങിയിരിക്കാൻ പറ്റും? സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റു, കണ്ടം വഴി ഓടിയവന്മാരല്ല. 52 ദിവസം കൊണ്ട് മതിൽ പണിത് സ്തോത്രം നെഹമ്യാവും കൂട്ടരും ദൈവസന്നിധി സന്തോഷിക്കാനിടയായി. ഇന്ന് ദൈവസഭ തകർന്നു കിടക്കുന്നതിന്റെ കാരണം ഞാൻ തുറന്നു പറയാ, വിഷമിക്കരുതേ. ദൈവസഭയുടെ നേതൃത്വ നിരകളിൽ ഇരിക്കുന്നവര് ദർശനം നഷ്ടപ്പെട്ടവരാ. അവർ പ്രാർത്ഥനാ നിരതരല്ല, അവർ വിശുദ്ധന്മാരല്ല, അവർ വേർപാട് പാലിക്കുന്നവരല്ല. അവർക്ക് അധികാര കസേര മതി, അവർക്ക് പണം മതി, അവർക്ക് ഭൗതികം മതി, അവർക്ക് പേരും പ്രശസ്തിയും മതി. അവർക്ക് ദൈവത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുവാൻ, ദൈവത്തിൽ ഉപവസിക്കാനും കരയാനും നേരമില്ല. വലിയ വലിയ മെഗാ മീറ്റിംഗ് നടത്തിയിട്ട് കിടന്ന് തുള്ളിച്ചാടുക. എന്തിനാടുന്നു? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുള്ള പാട്ട് പാടിയിട്ട് ആളും പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, മണിക്കൂറോളെങ്കിലും പാടിക്കൊണ്ടിരിക്കുക. ഞാൻ ചിന്ത ഇപ്പോഴത്തെങ്കിലും പാടുന്നു. കർത്താവ് വരും നമ്മളെ ചേർക്കുക, പാടിക്കൊണ്ടിട്ട് എന്താ കാര്യം? ഇപ്പൊ പത്രോസ് എന്താ പറഞ്ഞു? പുതിയ ആശ പുതിയ ഭൂമിയിലേക്ക് പോകാൻ തടസ്സം എന്താ പറഞ്ഞു? അവൻ നമ്മളെ കറയും കളങ്കമില്ലാത്തവരായിരിക്കണം. കർത്താവ് തൻ ഗംഭീരനാഥം പ്രധാന ശബ്ദത്തോടെ വരുമ്പോ കറയും കളങ്കമില്ലാത്തവരല്ലേ പോവുള്ളൂ. അതല്ലേ പ്രസംഗിക്കേണ്ടത്. നെഹ്റു സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഒരു മെഗാ മീറ്റിംഗ് നടന്നു, ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ പ്രസ്ഥാനത്തിന്റെ പേരെന്നാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബാംഗ്ലൂർ അങ്ങോട്ടാണ് അതിന്റെ സെന്റർ. അത് 10 ലക്ഷക്കണക്കിന് ആൾക്കാർ ആ സംഘടനയിലുണ്ട്, ചർച്ചിന്റെ ഭാഗം. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ക്രിസ്തുവിന്റെ ശരീരം എന്നല്ലേ? ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെ ആയിരിക്കണമെന്ന് പുസ്തകത്തിൽ കൂടി പഠിപ്പിക്കാതെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ തലയല്ലേ ക്രിസ്തു. അപ്പൊ തലയും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചല്ലേ പ്രസംഗിക്കേണ്ടത്? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീയം ലഭിച്ചും ആത്മീകമായ ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അതല്ലേ പ്രസംഗിക്കേണ്ടത്? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് എഴുതി വെച്ചേക്കുന്ന ഈ ചുമരിന്റെ അവിടെ തൊട്ട് ഈ ചുമരിന്റെ അവിടെ വരെയുള്ള വലിയ, അത് കുറച്ചുകൂടി നീളമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഡബിൾ നീളം ഉണ്ടാവും. ബോഡി എന്നുള്ളത് BO അതൊക്കെ ബോഡി ഉണ്ട്. ആൾക്കാർ വരുമ്പോൾ ഇതൊക്കെ കണ്ടങ്ങ അന്തം വിട്ടു പോകുന്നു. അന്തം വിട്ട് കുന്തം പിഴിഞ്ഞവരെ പോലെ നിൽക്കും ഇത് എടുത്തു കണ്ടിട്ട്. അതുകൊണ്ട് എന്താ കാര്യം? അല്ല, എനിക്ക് മനസ്സിലാൻ വേണ്ടി ചോദിക്കുക. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എടാ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എങ്ങനെയായിരിക്കണമെന്ന് വേദപുസ്തകത്തിലൂടെയും പഥ്യവചനം പഥ്യോപദേശം പറഞ്ഞ് ജനത്തെ തലയായ ക്രിസ്തുവും ശരീരമാം സഭയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ച് ശക്തമായ ഉപദേശം പറഞ്ഞ് നിർത്തണ്ടേ? എഫേസ്യ ലേഖനം നിർത്താട്ടെ. എഫേസ്യ ലേഖനം നിർത്താൻ പോകാൻ സമയം തീർന്നു, ഏകദേശം തീർന്നു വരിക. 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. എഫേസ്യ ലേഖനം. ഒരു കല്യാണത്തിന് ഈ വാക്യം പോലും വായിക്കാത്ത എത്രയോ കല്യാണങ്ങൾ ഞാൻ കൂടിയിട്ടുണ്ടെന്നറിയാം. സങ്കടം വരുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യം വായിച്ചാൽ. അടുത്ത ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി
സഭയ്ക്ക് നിലയാകുന്നത് പോലെ തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് നിലയാകും. ആ എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ആ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിന് കീഴടങ്ങിയിരിക്കും. ആമേൻ. അടുത്ത ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ ആ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കുറച്ച് ശബ്ദം പറയരുത്, ഇവിടെ പിടിക്കണം. ആ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാൻ ആമേൻ. വിശദീകരിക്കേണ്ടതിനും കറ ചുരുക്കം മുതലായവ ഒന്നുമില്ല. അവിടെ വരുന്നുണ്ട് കരയും ചുളുക്കും. സഭയെ ശുദ്ധയും നിഷ്കളങ്കയും ഓ തനിക്ക് തന്നെ തേജസ്സോടെ അവൻ അവളെ കറയും കറ ചുളുക്കം പത്രോസ് പറയുന്നു ഒന്നുമില്ല കളങ്കമില്ലാത്തവരായി. അടുത്തേ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകും. അടുത്ത ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആമേൻ. അടുത്ത ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. അടുത്ത ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ തന്നെ പോറ്റി പുലർത്തുകയത്രയും ചെയ്യുന്നു. അടുത്ത നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ആ അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ച് അടുത്ത ഇരുവരും ഒരു ദേഹമായി തീരും. അടുത്ത ഈ മർമ്മം വലിയത്. അടുത്ത ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നു. വേണ്ട കിടക്കണം. പൗലൂസ് പറഞ്ഞ് ഞാൻ ക്രിസ്തുവിനെ സഭയോട് ഇവിടെ കല്യാണം അടിച്ച് പുട്ടടിക്കാൻ വേണ്ടി പ്രസംഗിച്ചു വയ്ക്കുകയായിരുന്നു. ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച് പൗലൂസ് പറഞ്ഞത് ഇവിടെ കല്യാണം നടത്താൻ പുട്ടടിക്കാനായിട്ട് പ്രസംഗിക്കുക. പക്ഷേ നോക്കി പ്രസംഗിച്ച ഒരു കുഴപ്പമില്ല, കാരണം ഭാര്യ ഭർത്താവ് ബന്ധത്തെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. പക്ഷെ പൗലൂസ് പറഞ്ഞത് ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച ആ ഉദ്ദേശത്തിൽ നിന്ന് മാറിയിട്ട് ഇത് കല്യാണം കഴിച്ച് ഒരു 10-30 വർഷം ഇവിടെ ജീവിച്ച് തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി പോകാൻ വേണ്ടി മാത്രം പ്രസംഗിച്ച് നിർത്തിയാൽ എന്തു ഗുണം? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിട്ട് ഈ കാര്യം ഇവിടുന്ന് സഭയും ക്രിസ്തുവിനെയും തമ്മിൽ പ്രസംഗിക്കണമെന്ന്. തലയായ ക്രിസ്തുവും ശരീരമാം സഭയും എങ്ങനെയായിരിക്കണം? ഒഴിച്ചുകൂടാനാവാത്ത ബന്ധമാണ്. ഞാൻ എന്നോട് നോക്കിയേ, എന്റെ ഈ തല എന്റെ ഈ ശരീരം തമ്മിൽ വല്ല ബന്ധമുണ്ടോ മാമേ? ഒഴിച്ചുകൂടാനാവാത്ത ബന്ധമാണ്. അതുപോലെ ക്രിസ്തുവും സഭയുമായിട്ട് ഒഴിച്ചുകൂടാനാവാത്ത ബന്ധമാണ്. കർത്താവ് വരുമ്പോൾ കറയില്ലാത്തവരായി കളങ്കമില്ലാത്തവരായി. ഇവിടെ നമ്മൾ എന്താ വായിച്ച എഫേസ്യ ലേഖനത്തിൽ? കറ ചുളുക്കം ഒന്നുമില്ലാത്തവരായി. കണ്ടോ ആ വാക്യങ്ങൾ തമ്മിലുള്ള ഇണചേർക്കലുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 5 എന്റെ വിഷയത്തിൽ തലയിൽ ഇപ്പൊ കർത്താവ് തന്നതാ വിഷയം. അതൊന്നുകൂടി വായിക്കണം പാസ്റ്റർ. അത് അവൻ നമ്മളെ എങ്ങനെ കാണണം? അവൻ അവളെ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് അതിനു വേണ്ടിയാ. ഇവിടെ ആ ഭാഷ പത്രോസ് വേറൊരു നിലയിൽ പറയുന്നു, കറയും കളങ്കമില്ലാത്തവരായി തീരണം. കറയും കളങ്കമില്ലാത്തവരായി തീരണം. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? കറ ചുളുക്കം ഒന്നുമില്ലാത്തവര്. കറ ചുളുക്കം. പത്രോസ് കറയും കളങ്കവും ഒന്നുമില്ല. കണ്ടോ? അത് ഈ ഭാഗം എങ്ങനെ കയറി വന്നു? ഈ സമയത്ത് ഇതെങ്ങനെ കയറി വന്നു? അതാണ് ദൈവാത്മാവ് വചനങ്ങളെ ഏകോപിച്ച് തരുന്നത്. ഈ അവസ്ഥയിലായിരിക്കണം നാം. അവന്റെ പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, സന്തോഷം. പക്ഷെ ആ കാത്തിരിക്കുന്നവർക്കുണ്ടാകേണ്ട ക്വാളിറ്റി കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി. ഈ ചുളുക്കം എന്ന് പറയുന്നത് എന്താ മാമേ എന്ന് പറഞ്ഞു തന്നെ? എന്താ ചുളുക്കം? കർത്താവ് സഭയെ കല്യാണം കഴിക്കാൻ പോലെ നിർമ്മല കന്യകയാ. ഇങ്ങോട്ട് കിടന്നൊരു പന്ന കളവിയല്ല. ചുളുക്കം വരും. പാപം ചെയ്ത ചുളുക്കം വരും. അങ്ങനെ പഠിക്കണം. കറയില്ലാത്ത, കളങ്കമില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു നിർമ്മല കന്യക.
ഹല്ലേലൂയ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. നമ്മളിൽ കറ പാടില്ല, കളങ്കം പാടില്ല, ചുളുക്കം പാടില്ല, വാട്ടം പാടില്ല. പച്ചക്കറി മേടിക്കാൻ നേരത്ത് അവിടെ ചെല്ലുമ്പോ കുറെ വെണ്ടിക്കയും കുറെ വഴുതനങ്ങയൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം കുടിച്ചിട്ടൊക്കെ എല്ലാം കൂടി വാടി ഒരു വല്ലാത്ത ഒരു ഇത് കിട്ടും. ഇതൊരു സാറെടുത്ത് കുറെ ഊരുകളാണ് വാടി ഇരിക്കുന്നതിനൊക്കെ നമുക്ക് എന്തിനു വേണം? നമുക്ക് നല്ല ഫ്രഷ്നെസ്. കാകളം നിറച്ച് കർത്താവ് വരുമ്പോൾ നിർമ്മല കന്യക ചേർക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി കല്യാണങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ 6 മാസം കഴിയുമ്പോൾ കല്യാണം താഴെ കിടക്കുക. കാരണം എന്താ? 6 മാസം കഴിയുമ്പോഴാ മണവാളന്റെ സ്വരൂപവും മണവാളന്റെ തനി സ്വഭാവവും മണവാട്ടിയുടെ തനി സ്വഭാവവും മനസ്സിലാക്കുന്നവർ തമ്മിൽ. അപ്പൊ അവര് പറയണത് എന്താണെന്നറിയോ? വേറത്തെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവനെ തേച്ചൊട്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. അപ്പൊ ഇവളെ കുറിച്ച് ഇങ്ങനെ ഹിസ്റ്ററി ചിന്തിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്തെ നീ 3 എണ്ണത്തിന് തേച്ചിട്ടാണ് ഇതിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ബന്ധം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവോ ഇങ്ങനെയുള്ളതൊന്നും പാടില്ല. കറയും കളങ്കവും നിഷ്കളങ്കയായിരിക്കണം. കന്യക നിർമ്മലമായിരിക്കണം. ചേസ്റ്റ് വെർജിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് അർത്ഥം എന്താ? മനസ്സ വാച കർമ്മണ അന്യപുരുഷനെ ധ്യാനിക്കാത്തവൻ, ചിന്തിക്കാത്തവൻ, അതാണ് ചേസ്റ്റ് വെർജിൻ. ഞാൻ ഡയറി നോക്കിയപ്പോ ഈ ഡിക്ഷണറി ചില പദങ്ങളൊക്കെ ഡിക്ഷണറി നോക്കി നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. എനിക്ക് തെറ്റിപ്പോ അത് നോക്കിയപ്പോഴും മനസ്സിലായി. ചേസ്റ്റ് വെർജിൻ, ഒരു നിർമ്മല കന്യക ചേർക്കാനാണ് കർത്താവ് വരുന്നത്. രാഷ്ട്രീയക്കാരോട് ലോകത്തോട് ഇടകലർന്ന് അശുദ്ധി ഭാവിച്ച് തമ്മിലടിച്ച് വഴക്കുണ്ടാക്കി ഒരു MLA ആയാൽ, ഒരു മന്ത്രി ആയാൽ, ഒരു ജോലിക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങണമെന്നറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു രാഷ്ട്രീയത്തിൽ കയറി മന്ത്രി ആയി കഴിഞ്ഞാൽ ചെയ്തു കൊടുത്തിട്ട് കാശ് മേടിക്കാതിരിക്കുമോ? ഇവിടെ ഒരു പ്രസംഗത്തിന് 50,000 ചോദിച്ചു മേടിക്കുന്നവൻ അവിടെ ജോലിക്ക് പിന്നെ 50 ലക്ഷമായിരിക്കും ചോദിച്ചു മേടിക്കുന്നത്. അതല്ലേ ഇവിടെ ഉള്ളിൽ കിടക്കുന്ന ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്ക് 30,000, 40,000, 50,000 വരെ ചോദിച്ച് പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരില്ലേ നമ്മുടെ ആത്മീയകോളത്തില്? ഇതൊക്കെ തെറ്റല്ലേ? ഇതൊക്കെ പാപമല്ലേ? ഇതെല്ലാം കറയല്ലേ, കളങ്കമല്ലേ? എന്റെ ചോദ്യം ഇതാ. പിന്നെ ഇവരങ്ങോട്ടാ പോണം? കർത്താവ് ഒരു പാട്ടും പാടി പോകാൻ. ഇതൊന്നും നടക്കില്ല എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പത്രോസും പൗലൂസും കർത്താവും പറഞ്ഞ ഉപദേശത്തിലേക്ക് നമുക്ക് വരാം. കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, ചുളുക്കമില്ലാത്തവരായി, വാട്ടമില്ലാത്തവരായി, മാലിന്യമില്ലാത്തവരായി, ഏതൊരു അശുദ്ധിയും ഏൽക്കാത്ത ഒരു നിർമ്മല കന്യകയായി, സ്വത്രം ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ച്. ഈ കർത്താവ് പറഞ്ഞ ഉപമയില് കല്യാണം നടക്കുന്നതിന് മുമ്പ് കല്യാണ നിശ്ചയത്തിന് പോകുമ്പോൾ ഒരു കിഴി കൊടുക്കുന്നു. കിഴി. ആ കിഴിയിൽ എന്താണെന്നറിയാം? ജുവൽസ്. കല്യാണം നടക്കുന്നവരെ ഈ കിഴി എന്ത് ചെയ്യണം? സൂക്ഷിച്ചേക്കണം. കുന്നുകളെയാണ് നഷ്ടപ്പെട്ടു പോയാൽ അടിച്ച് വിളക്ക് കത്തിച്ച് അടിച്ചെടുത്ത് എടുത്തോണം. അല്ലാതെ പോണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞിരുന്ന കല്യാണം നടക്കില്ല. മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം കളഞ്ഞു കുളിച്ച് കോളമാക്കിയിട്ടിരിക്കുക. കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവിന്റെ ഒരു എന്താ എൻ്റെ ദേവദാസനെ എനിക്കിത് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? ചിരിക്കുമ്പോ തന്നെ മറുവശത്ത് കരയും കൂടി ചെയ്യാൻ. ഹല്ലേലൂയ. കർത്താവ് വരാറായി, കാഹളം ധരിക്കാൻ നേരമായി. ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തന്നെ അത് വിളിച്ചു പറയുന്നു. ഇസ്രായേലിനെ തകർക്കാൻ പറ്റാത്ത പോലെ ശക്തിയോടെ അവർ നിൽക്കുകയാണ്. അവസാനത്തെ പ്രതിവിധി എന്താണ്? ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. വലിയൊരു യുദ്ധസന്നാഹത്തിന് വേണ്ടി ഇസ്രായേലിനെതിരെ അവർ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. അണിയറയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും. ഇസ്രായേൽ 3-ൽ 2 പരാജയപ്പെടും. 3 കോടി ജനമുണ്ടെങ്കിൽ 2 കോടി ചത്തൊടുങ്ങും. ആ സമയത്ത് സഖര്യാ പ്രവാചകന്റെ പ്രവാചനം നിവൃത്തിയാകും. അവർ കുത്തിയങ്കിലേക്ക് നോക്കും. ഞങ്ങളുടെ മശികയെ ഞങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ചു, ഞങ്ങൾക്കത് മനസ്സിലായി. അതും എങ്ങനെയാ? ദൈവം യാചനയുടെയും അനുതാപത്തിന്റെ ആത്മാവിനെ പകരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ അവർ യഥാസ്ഥാനപ്പെടുമ്പോൾ പിന്നെ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ വന്ന പട്ടാളമൊന്നും തിരിച്ചൊന്നും പോകത്തില്ല. അവരെല്ലാം ദൈവം അവിടെ കൊന്നൊടുക്കും. ദൈവം മുഴുവനെ നശിപ്പിക്കും. ഗോഗുമാഗോഗിന് ഞാനൊരു ശ്മശാന ഭൂമി ഇസ്രായേൽ പർവ്വതങ്ങളിൽ കൊടുക്കുമെന്ന് പ്രവാചകനും യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായം വായിച്ചു പഠിച്ചു. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി, വാട്ടവും മാലിന്യവും ചുളുക്കമൊന്നും ഇല്ലാത്തവരായി,
കാണാൻ ഉത്സാഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ മനോഹരമായ എന്താ പറയുക, ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, കാഹളധ്വനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് വരുമ്പോൾ കറയില്ലാത്തവരെ കാണും, കളങ്കമില്ലാത്തവരെ കാണും, യാതൊരു അശുദ്ധിയുമില്ലാത്തവരെ കാണും. ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ അറുത്ത് മുറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാരായി, വിശുദ്ധമതികളായി, ഹല്ലേലൂയ, ലോകത്തോട് ഇടകലരാതെ. എഫ്രൈമിനെ കുറിച്ച് ദൈവം പറഞ്ഞ ഒരു കുറ്റം എന്താണെന്ന് അറിയാമോ? എഫ്രൈം ലോകത്തോട് ഇടകലർന്നു. പെന്തക്കോസ്ത് ലീഡർഷിപ്പ് ലോകത്തോട് ഇടകലർന്നു പോയി. അവർക്ക് നേതൃത്വ സ്ഥാനം വേണം, മന്ത്രിസ്ഥാനം വേണം, MLA സ്ഥാനം വേണം. നിങ്ങൾ എഫ്രൈമിന്റെ അണ്ണനും തമ്പികളുമായി പോയി. നിങ്ങളെ ദൈവത്തിന് വേണ്ട. അതുകൊണ്ട് വിശുദ്ധന്മാരായി ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവരെ എണ്ണപ്പെടുന്നില്ല. തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. പട്ടാഞ്ചേരിയിലെ യഹൂദന്മാർ വന്ന് താമസിച്ചല്ലോ. അവരവിടെയുള്ള കാക്കന്മാരും എല്ലാം കൂടിയിട്ട് ചാപ്പാടിക്കാനില്ല. അവർ മാറി. അവരുടെ ആ പ്രാർത്ഥന സമയം എല്ലാത്തിനും അടിച്ചു പുറത്താക്കും. സിനഗോഗ് കാണാൻ പോകുന്നവരുടെ അത്ര നിർമ്മ അവരുടെ കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നവരാ. ഇപ്പൊ ഒന്നുമില്ല. ആ തുലവും മാത്രമേ ഉള്ളൂ. ശരിക്കും യഹൂദൻ ഒരു 10 പേരുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രവേശനമില്ല. നമ്മുടെ പിണക്കൊന്നുമില്ല. അവർക്ക് വളരെ സ്നേഹമാണ്. അവിടെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന നമ്മുടെ മലയാളി പെണ്ണുങ്ങളാണ്. ജോലി ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നറിയോ? നല്ല സ്നേഹസമ്പന്നരും വളരെ സ്നേഹമുള്ളവരുമാണ്. ഇസ്രായേൽ മക്കൾ ദൈവഭയമുള്ളവരല്ലേ, അല്ല മുസ്ലിങ്ങളെ പോലെയൊന്നുമല്ല. അവരെ മാന്തിയാൽ അവർ പൊളിച്ചു കളയും. അത് വേറെ വിഷയം. അതവരുടെ സ്വഭാവം, രക്തത്തിൽ അനുഭവം. അവർ നല്ല കരുത്തന്മാരും ശക്തന്മാരും. പക്ഷേ അശിയെ തള്ളിക്കളഞ്ഞപ്പോൾ അവരുടെ ശക്തി മുഴുവൻ ചോർന്നു. അതുകൊണ്ടാണ് ലോകത്തിന്റെ മുൻപാകെ ബെഞ്ചമിൻ പറഞ്ഞ നെഹെമ്യാവ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഞങ്ങളുടെ ആയുധം കീഴെ വെച്ചാൽ പിന്നെ ഞങ്ങളില്ല, ഞങ്ങളെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആയുധം കയ്യിൽ വെച്ച് പോരാടുക. നെഹെമ്യാവ് പറഞ്ഞു, കുളിക്കുമ്പോഴും ആയുധം. ഞങ്ങൾ കുളിക്കുമ്പോഴും ഒരുവൻ ആയുധം കൈ പിടിച്ചോണ്ടാ കുളിക്കുന്നേ. കാരണം സൻബല്ലത്തും തോബിയാവും ഇവിടെ നിൽപ്പുണ്ട്. പെന്തക്കോസ്ത് സമൂഹമേ, ലോകം, ജഡം, പിശാചി നമുക്കെതിരെ നിൽക്കുകയാണ്. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് നമുക്ക് പോരാടാൻ കഴിയുമോ? സത്യം വരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലം ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ നിയമങ്ങളെയും കെടുപ്പാന്തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും 1 പത്രോസ് 4:1 കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട് പിശാചിനോട് എതിരിടാൻ പറ്റാത്തവർക്ക് ആർക്കും നിത്യത പ്രാപിക്കാൻ കഴിയുകയില്ല. പണ്ടാരെല്ലാം പറഞ്ഞല്ലോ, വെറുതെ കിടന്ന് പടപ്പി തല്ലിയിട്ട് കഥയൊന്നുമില്ല. വ്യവസ്ഥ പ്രകാരം ഒരുത്തൻ ചട്ടപ്രകാരം പോരായുകയിൽ, ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപ്തി. അതുകൊണ്ട് നമുക്ക് ചട്ടപ്രകാരം പോരാടാം. ഈ അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. പത്രോസ് പറയുന്ന പോലെ കറയും കളങ്കമില്ലാത്തവരായി മാറാം. പൗലോസ് പറയുന്ന പോലെ ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്തവരായി ജീവിക്കാം. വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിക്കാം. കർത്താവിന്റെ വരവിൽ പോകാൻ വേണ്ടുന്ന ക്വാളിറ്റി, യോഗ്യത എന്താണെന്ന് അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. അതിൽ നമ്മൾക്ക് ചെവി കൊടുക്കാം. മോശയുടെ പ്രമാണത്തിലൊന്നും കർത്താവിന്റെ വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ഉപദേശവും ഇല്ല. അത് കർത്താവിന്റെ ശിഷ്യന്മാരെയാണ് വരവേൽപ്പിച്ചത്. അവർ പറയുന്ന ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. അല്പസമയം നമുക്ക് സ്തോത്രം ചെയ്യാം. കേട്ട വനത്തിന് മുമ്പ് ഏൽപ്പിച്ചുകൊടുത്ത് സ്തോത്രം ചെയ്യാം. താവേ സ്തോത്രം, താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വനത്തിന് മുമ്പ് ആ ഗടിനെ സമർപ്പിക്കുന്നു കർത്താവേ. വചനം ഞാൻ അടിയനാണ് പറഞ്ഞെങ്കിലും വനത്തിനും ആ അടിയനെ സമർപ്പിക്കുന്നു. ദേവദാസനും ദാസിയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ സമർപ്പിക്കുന്നു. കർത്താവേ, വചനം ഞങ്ങൾക്ക് ശിക്ഷാവിധി കാരണമായി തീരല്ലേ കർത്താവേ. അവർ ഞങ്ങളെ കറയും കളങ്കമില്ലാത്തവരായി ഹല്ലേലൂയ കാണുവാൻ ഉത്സാഹിക്കുന്നത് കൊണ്ട് കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലന്മാർ പറയുന്ന വചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവമേ, അവനത്തിൽ മുമ്പാകടിനെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം.